സമൂഹത്തിൻ്റെ രണ്ട് മാതൃകകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്ന് അർണവും മറ്റൊന്ന് ദിയായും. വയനാട്ടിലെ ദുരിത മേഖലകളിലേക്ക് തന്നാൽ കഴിയുന്ന സംഭാവന നൽകുകയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ. ഇപ്പോൾ അർണവിൽ നിന്ന് തുടങ്ങാം. മോന് എന്താന്ന് കൊടുത്തേ കളക്ടർക്ക്? എൻ്റെ കൊടുക്ക. എന്തിനാ കൊടുത്തത്? വയനാട് പീപ്പിൾക്ക് ആദ്യം ഞാൻ ടോയ് മേടിക്കാനായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണേ. എന്നാലും ഞാൻ വയനാടിൻ്റെ ആൾക്കാർ കണ്ടപ്പോൾ ഞാൻ സാഡായി. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. മോൻ ടി വിയിലും കണ്ടിരുന്നോ അവിടുത്തെ പ്രശ്നങ്ങൾ? എന്താ അവിടെ സംഭവിച്ചതെന്നൊക്കെ ഒരു ഇതുണ്ടോ? കുറേ കുട്ടികൾ മരിച്ചില്ലേ ഇവിടെ? അത് കണ്ടൊരു സങ്കടം കൊണ്ട് കൊടുത്തതാണോ? അതെ. എന്ത് വാങ്ങിക്കാൻ എടുത്തു വെച്ചിരുന്നതാ? ഒരു ടോയ്. എത്ര നാളായിട്ട് എടുത്തു വെച്ച് തുടങ്ങിയതാ? 2 കൊല്ലം. എങ്ങനെയൊക്കെയാണ് പൈസ കളക്ട് ചെയ്തിരുന്നത്? ആരൊക്കെ തന്നിരുന്നത് അതിലിടാനായിട്ട്? എൻ്റെ അപ്പൂപ്പനും എൻ്റെ അമ്മയും. ഇപ്പം അത് കളക്ടർ കൊടുത്തപ്പോൾ കളക്ടർ എന്ത് പറഞ്ഞു? കളക്ടർ പറഞ്ഞു താങ്ക് യു എന്ന്. ഓക്കെ. മോൻ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു. പഠിക്കാൻ സൗകര്യമില്ല, പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു, അമ്മമാർ നഷ്ടപ്പെട്ടു. ഇത് വലിയ മാതൃകയാണ് മോൻ ചെയ്തത്. മനസ്സിലായോ? മനസ്സിലായി. ഇനി മറ്റൊന്ന് ദിയയാണ്. ദിയ എന്താ ഇപ്പം അങ്ങനെ ഒരു കൊടുക്കാനുണ്ടായ ഇൻസ്പിറേഷൻ? ഞങ്ങൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ 24th വരിക. അതുകൊണ്ട് ആ സെലിബ്രേഷന് വേണ്ടി മാറ്റി വെച്ച പൈസയാണ് ഞാൻ കൊടുത്തത്. എത്ര രൂപ കൊടുത്തത്? 25,000. ഇപ്പോൾ ടി വിയിലേക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് മോൾക്ക്? വിഷമമുണ്ട്. അതുകൊണ്ട് അവർക്ക് മോർ ഹെൽപ്പ് കൊടുക്കാനാണ് ഞാൻ പൈസ കൊടുത്തത്. ഇത് പിന്നെ ഈ പിറന്നാളാഘോഷം മുൻകാലങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ടായിരുന്നു. ഇപ്പം അത് വേണ്ടെന്ന് വെച്ചു അല്ലേ? ഏതായാലും ഈ രണ്ട് കുട്ടികൾ സമൂഹത്തിൻ്റെ മാതൃക തന്നെയാണ്. അത് വലിയൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും പിന്തുടരണമെന്ന ഒരു ആഗ്രഹം കൂടി കുഞ്ഞുങ്ങൾ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.